ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ 2 ഹോർമോൺസിലാണ് കൂടുതലും അത് മാനേജ് ചെയ്ത് പോകുന്നത്. ഈ ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നമുക്ക് മറ്റ് പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരും. അത് മൈഗ്രെയിൻ ആകാം, അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ് ആകാം, ഡയബറ്റീസ് ആകാം, ഹൈപ്പർ ടെൻഷൻ ആകാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് ഈ ഹോർമോൺസിൻ്റെ കൺട്രോളിലൂടെയും കൂടിയാണ് ഇത് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകത്തില്ല. ഹായ് ഡോക്ടർ, നമസ്തേ. നമസ്തേ ഡോക്ടർ, ഇപ്പോൾ ആയുർവേദ ചികിത്സകളെ പറ്റിയിട്ട് ആൾക്കാർക്ക് കൂടുതലായിട്ടും അറിയാം. പക്ഷേ ആയുർവേദ ഗൈനക്കോളജി എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് അധികം ഇപ്പം അറിയുന്നില്ല. പക്ഷേ ഡോക്ടറാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പോൾ എന്താണ് ഡോക്ടർ ആയുർവേദ ഗൈനക്കോളജി? ഇപ്പോൾ ആയുർവേദ ഗൈനക്കോളജി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ പ്രസൂതി തന്ത്ര ആൻഡ് സ്ത്രീരോഗ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഇൻ സർജറി എന്ന് പറയുന്ന ഒരു 3 years കോഴ്സാണ് ആയുർവേദ ഗൈനക്കോളജി. അതിൽ കൂടുതലായിട്ടും സ്ത്രീകളുടെ ഒരു ജീവിത ചക്രത്തിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്. അതിനകത്ത് ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ ആരോഗ്യ പ്രശ്നം, പെൺകുട്ടികളുടെ, അതുപോലെ ഗർഭകാലത്തിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, വന്ധ്യതാ ചികിത്സ, അതുപോലെ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചികിത്സിക്കാനായിട്ടുള്ള മാർഗം പറയുന്നത്. അതിനകത്ത് ഗർഭകാലവും അതുപോലെ തന്നെ വന്ധ്യതാ ചികിത്സയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ പ്രസൂതി തന്ത്രം എന്നാണ് പറയുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ സ്ത്രീരോഗം എന്ന് പറയുന്നത് ഈ ഏരിയ ലൈക്ക് ആഫ്റ്റർ മെനോപോസൽ സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഡോക്ടർ, നമ്മുടെ ഈ ആയുർവേദ ഗൈനക്കോളജിയിൽ നമ്മൾ ഏതൊക്കെ അസുഖങ്ങളെയാണ് ഡീൽ ചെയ്യുന്നത്? ഞാനിപ്പം പറഞ്ഞില്ലേ 3 ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന്. അതിൽ ഈ സ്ത്രീരോഗം എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ബോഡി എന്ന് പറയുന്നത് ഹോർമോൺസിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ 2 ഹോർമോൺസിലാണ് കൂടുതലും അത് മാനേജ് ചെയ്ത് പോകുന്നത്. ഈ ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നമുക്ക് മറ്റ് പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരും. അത് മൈഗ്രെയിൻ ആകാം, അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ് ആകാം, ഡയബറ്റീസ് ആകാം, ഹൈപ്പർ ടെൻഷൻ ആകാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് ഈ ഹോർമോൺസിൻ്റെ കൺട്രോളിലൂടെയും കൂടിയാണ് ഇത് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകത്തില്ല. അപ്പം ഈ ഹോർമോണിൽ വരുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ച് ചിലപ്പോൾ മൈഗ്രെയിൻ അറ്റാക്സ് വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മെയിൻലി ഈ രോഗങ്ങളെല്ലാം ചികിത്സിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഗൈനക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളുണ്ടല്ലോ, PCOS, ഇപ്പം PMOS എന്നാണ് പുതിയ പേര് മാറ്റത്തിലൂടെ വന്നത്. അപ്പോൾ PMOS, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, പോസ്റ്റ് മെനോപോസൽ മൂഡ് സ്വിങ്സ്, അതിന് സിൻഡ്രോം, പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെയുള്ള പല രോഗാവസ്ഥകളെയും നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്ത് വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഫാറ്റി ലിവർ, ഡയബറ്റീസ്, തൈറോയിഡ് പ്രോബ്ലംസ്, ഒബീസിറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ടീനേജേഴ്സിന്, അതായത് ഫസ്റ്റ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ഈ ആയുർവേദ ഗൈനക്കോളജിയിൽ ട്രീറ്റ് ചെയ്യുന്നത്? കൊച്ചു പെൺകുട്ടികൾ വരുമ്പോൾ പലപ്പോഴും ആർത്തവം ഒന്ന് ക്രമീകരിച്ചൊന്ന് കറക്റ്റായി വരാൻ ചിലപ്പോൾ ഒരു 2 to 3 years ഒക്കെ എടുത്തെന്നിരിക്കാം. 12 വയസ്സ് പീരീഡ്സ് ആവുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു 15 വയസ്സൊക്കെ ആവുമ്പോഴായിരിക്കും കൃത്യമായ ഒരു മാസമുറയിലേക്കൊക്കെ എത്തുക. അതുവരെ ചിലപ്പോൾ ഒന്ന് തെറ്റിയും ഒക്കെ വരും. അത് നോർമലാണ്. പക്ഷെ അതിന് ശേഷവും അത് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് PCOS പോലത്തെ രോഗാവസ്ഥകളിലേക്കുള്ള ഒരു ഡെവലപ്മെൻ്റാണ്. അതിന് മുമ്പ് തന്നെ നമുക്ക് ആയുർവേദ ഗൈനക്കോളജിയിൽ കൃത്യമായിട്ട് ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ മെഡിസിൻസ് കഴിച്ചും ചെറിയ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസിലൂടെയൊക്കെ ഈ രോഗങ്ങളിലേക്കൊന്നും എത്താതെ നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാം. അപ്പം അതിന് നമ്മുടെ ഋതുമതി ചര്യ എന്നൊക്കെ പറയുന്നുണ്ട്. ആയുർവേദത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷനും കൂടിയാണല്ലോ. ഓരോ റെജീമുണ്ട് പറയുന്നത്. അതിനെന്താ പറയുക, ഋതുചര്യ, ദിനചര്യ, ഋതുമതി ചര്യ, അങ്ങനെ പ്രസൂതി, സ്ത്രീ, ഇപ്പം പ്രസവ സൂതികാ പരിചര്യ, അങ്ങനെ ഓരോന്നിനും ഓരോ ചിട്ടവട്ടങ്ങൾ ആയുർവേദം പറയുന്നുണ്ട്. ഇത് രോഗം വന്നവരെ ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ എങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് ഈ ഓരോ കാലഘട്ടത്തിലുമുള്ള മാർഗവിധികളാണ് പറഞ്ഞു തരുന്നത്. അതേപോലെ ഈ ഫസ്റ്റ് പീരീഡ്സ് പോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മെനോപോസ് ആകുന്ന സമയത്ത് അമ്മമാർക്ക് കൂടുതലും മൂഡ് സ്വിങ്സ് ഒക്കെ കൂടി വരിക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മെനോപോസിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് ട്രീറ്റ് ചെയ്യുന്നത്?
ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് നമ്മുടെ ലേഡീസിന് കൂടുതലും ആ ഒരു കംപ്ലീറ്റ് മെൻ്റലി കംഫർട്ടബിളായിട്ട് അവർ ഇരിക്കുന്നത്, നല്ല പ്ലസൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. പലപ്പോഴും ഈ മെനോപോസിൻ്റെ സമയത്ത് വരുന്ന സ്റ്റേജിൽ ഈസ്ട്രജൻ ബോഡിയിൽ കുറയും. ഈസ്ട്രജൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആയ സെറോട്ടോണിൻ അങ്ങനത്തെ ഹോർമോൺസൊക്കെ ഒത്തിരി ഡ്രോപ്പ് വരും. ഇങ്ങനെ ഡ്രോപ്പ് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് പൊതുവേ കുറച്ച് ഇറിറ്റബിളായിട്ട് വരും, ആ ഇറിറ്റേറ്റിംഗ് നേച്ചർ ആകും, ഇൻഫ്ലമേഷൻ ബോഡിയിൽ കുറച്ചും കൂടി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാകും, പെയിനുകൾ ഉണ്ടാകും. എന്നാൽ അവരെ പുറമേന്ന് നോക്കുമ്പോൾ അവർക്ക് വലിയ അസുഖങ്ങളുള്ള ഒരു ഏജിലേക്ക് ആയിട്ടുമില്ല. അപ്പം ഫാമിലിയിലാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അതുപോലെ മക്കളാണെങ്കിലും ഒക്കെ അമ്മയ്ക്ക് എന്താ എപ്പോൾ നോക്കിയാലും ദേഷ്യമാണ് എന്നൊരു കമൻ്റ് ആയിരിക്കും പറയുക. ഇത് അവരെ കുറേയും കൂടി അവരെ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു വിഷമവും കൂടി ഉണ്ടാകുമ്പോൾ ഇത് ഇമോഷണലിയും ഫിസിക്കലിയും ഡ്രെയിനിങ് ആയൊരു ഫേസാണ് ലൈഫിൻ്റെ. അപ്പം ആയുർവേദത്തിൽ ഇതിന് ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് വെച്ചാൽ പ്ലാന്റ് ബേസ്ഡ് ഈസ്ട്രജൻ തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. ആയുർവേദത്തിലെ ഈ മെഡിക്കേഷൻസ് വളരെ എഫക്റ്റീവായിട്ട് ഒത്തിരി അവരുടെ ഉറക്കം സ്റ്റെബിലൈസ്ഡ് ആവും, അവരുടെ ബോഡി പെയിൻ കുറയും, അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു എന്താ പറയുക ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ആ ഹോർമോൺസിലേക്കോ HRT പോലത്തെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലേക്കൊന്നും ഇവർക്ക് പോകേണ്ടി വരാറേ ഇല്ല. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഒത്തിരി കറക്ഷൻസ് തരാൻ പറ്റും. പിന്നെ ആയുർവേദത്തിൻ്റെ തനതായ ചികിത്സാ രീതികളുണ്ടല്ലോ, ഒഴിച്ചിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ്, അതും ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഈ സ്റ്റേജ് ഓഫ് ലേഡീസിന്. മാം, നമ്മൾ സഞ്ജീവനത്തിൽ ഈ ആയുർവേദ ഗൈനക്കോളജിയുടെ അണ്ടറിൽ നമ്മൾ എങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൊടുക്കാറ്? സഞ്ജീവനത്തിൽ നമ്മളിപ്പം ഡിപ്പാർട്ട്മെൻറ്റിനെ കോയിൻ ചെയ്തേക്കുന്നത് തന്നെ ജനറൽ വിമൻസ് ഹെൽത്ത് ആൻഡ് ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ടാണ്. കാര്യം ഇവിടെ ഗൈനക്ക് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കാണിക്കുന്നതിന് പകരം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിലാണ് ലേഡീസിൻ്റെ കംപ്ലീറ്റ് എൻറ്റയർ ഹെൽത്തും നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നത്. പാസ്റ്റ് ഇത്രയും വർഷത്തെ സഞ്ജീവനത്തിൻ്റെ ലൈഫ് ആ ഒരു എക്സ്പീരിയൻസിലും നമുക്ക് ഉണ്ടായിരിക്കുന്ന ആ ക്വാളിറ്റി ഓഫ് ഫീമെയിൽ ഹെൽത്ത് എന്നുള്ളതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ആ റൂഫിൽ അണ്ടറിലാണ് നമ്മൾ ജനറൽ വിമൻസ് ഹെൽത്ത് കംപ്ലീറ്റ്ലി ലേഡീസിന് വരുന്ന ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, മുട്ടുവേദന, മൈഗ്രെയിൻ അറ്റാക്സ്, ഇതുപോലെയുള്ള പല ഡിസീസസിനെയും ഈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ഹോർമോൺ ചേഞ്ചിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ കുറച്ചും കൂടി എക്സ്ട്രാ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട്.